സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ നാളുകളിലൂടെയൊക്കെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളെക്കുറിച്ച് നല്ല ചില ചിന്തകൾ നൽകുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒത്തിരിയധികം പേർ കാണുകയും ധാരാളം പേർ ഷെയർ ചെയ്യുകയും ഒക്കെ ഉണ്ടായി. എല്ലാത്തിനും നന്ദി. ഇന്നത്തെ വിഷയം കൈവിഷം, മറ്റ് വിഷാംശങ്ങൾ. നമുക്ക് വയറാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വയറ് ശരിയാണെങ്കിൽ എല്ലാം ശരിയാകും. വയറ് ശരിയല്ലെങ്കിൽ എല്ലാ ജീവിത ക്രമീകരണങ്ങൾ, ജീവിത താളങ്ങൾ എല്ലാം തെറ്റും. രോഗവും ആശുപത്രിയും ഡോക്ടറെയും കണ്ടു നടക്കേണ്ട, ഒത്തിരി അധികം മരുന്ന് കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് വയറിനെ ശുദ്ധിയാക്കി വേണം നമ്മുടെ ജീവിതം മുഴുവൻ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ പലരിലുമുള്ള ഒരു വലിയ പ്രയാസമുണ്ട്, കൈവശം. അത് ശരിയാണോ? ശരിയാണെന്ന് സമർത്ഥിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. കാരണം മകൻ്റെ ഭാര്യയെ വീട്ടിൽ പോയി, എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, അവരുമായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് സ്നേഹബന്ധങ്ങൾ അറ്റുപോയിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് മനസ്സിന് കുറേ മുറിവേറ്റിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ടൊന്ന് ചെല്ലേണ്ടി വന്നു. അവർ ഒരു ഗ്ലാസ് ചായ തന്നു. ഇത് വേണ്ടിയിരുന്നില്ല, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അവർ തന്നു. അവരവരുടെ സ്നേഹം കൊണ്ട് കൊടുത്തു. ആ സ്നേഹത്തോടെ കൊടുത്ത ചായ കഴിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തുടങ്ങി എനിക്ക് വയറുവേദന. ഒരിക്കൽ ഞാൻ തിരുവമ്പാടിയിൽ ഒരു ചികിത്സയിൽ കൺസൾട്ടിങ്ങിന് ഇരിക്കുമ്പോൾ ഒരാൾ എന്നെ കാണാൻ പുറത്ത് കാത്തിരുന്നു. അയാളുടെ ടോക്കൺ ഊഴമായപ്പോൾ കയറി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതേപോലെ തന്നെ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, അവരുമായിട്ട് ഞാൻ കുറേ കാലമായിട്ട് അകന്നു കഴിയുകയായിരുന്നു. പക്ഷെ അവരൊരു ചായ എനിക്ക് തന്നു. ആ ചായ ഞാൻ കുടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് കുടിച്ചേ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ വയറുവേദന തുടങ്ങി. ഇന്ന് വരെ ആ വയറുവേദന മാറിയിട്ടില്ല. ഞാൻ ഒരുപാട് അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചു, എൻഡോസ്കോപ്പി ചെയ്തു, വയറിൻ്റെ സ്കാനിങ് ചെയ്തു, എല്ലാം ചെയ്തു നോക്കി, ഒന്നും കണ്ടില്ല. വീണ്ടും എനിക്കത് ഉറപ്പായി, കാരണം അവർക്ക് തന്ന കൈവിഷം തന്നെയാണ് എന്ന്. കൈവിഷത്തെ കൈവിഷം കൊണ്ട് തന്നെ പരിഹരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. സൈക്കോളജിക്കലായിട്ട് കൈവിഷം അകത്ത് ചെന്നു എന്ന് കരുതുന്നവരിൽ അതിന് വേറൊരു കൈവിഷം കൊടുത്ത് തന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാം. എങ്ങനെ കൈവിഷം? കൈവിഷത്തിന് ഞാനൊരു ഗുളിക ഉണ്ടാക്കുന്നുണ്ട് എന്നും ഒക്കെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി, നാഗാർജുനയുടെ കമ്പനി ഗുളിക, വില്വാദി ഗുളിക മാത്രം എഞ്ചിനീയറിൽ കഴിക്കാൻ ഞാൻ അത് വേറെ എടുത്ത് പൊതിഞ്ഞ് പ്രാർത്ഥനാപൂർവം ഭക്തിയോടെ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞാനുണ്ടാക്കിയതല്ല. കാരണം ഞാനുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ വിശ്വാസം വരും. കാരണം ഞാനുണ്ടാക്കിയ ഒരു ഗുളിക കൊടുക്കുമ്പോൾ വേഗത്തിൽ കുറയും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അയാൾ എൻ്റെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കമ്പനി മരുന്ന് കുറേ കുഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്നൊക്കെ എന്നെ സൂചിപ്പിച്ചു ആദ്യം തന്നെ. അങ്ങനെ ഞാൻ ആ നാഗാർജുനയുടെ വില്വാദി ഗുളിക 2 വീതം 2 നേരം എഞ്ചിനീയറിൽ കഴിക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ പിറ്റേ ഞായറാഴ്ച ആ രോഗി ഏറെ സന്തോഷവാനായിട്ട് പുറത്ത് കാത്തിരുന്നു. അവരെ മറ്റുള്ളവർ കാണിക്കാൻ കാത്തിരുന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് കഴിവുള്ള ആളാണ്, അദ്ദേഹം ഒരു മരുന്ന് എനിക്ക് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ട് തന്നു, ആ തന്നു കഴിച്ചതിന് ശേഷം അന്ന് നിന്നെന്ന് പറഞ്ഞു വയറുവേദന. പക്ഷെ ഞാൻ കൈവിഷത്തിനല്ല കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കോളജിയാണ്. എന്നാൽ പഴയ കാലത്ത് നീല ഉമ്മത്തിൻ്റെ കായയിലെ ഉൾഭാഗത്തെ ചോറെടുത്ത് ഭക്ഷണ സാധനങ്ങളിലെങ്കിലും ഇട്ടുകൊടുത്താൽ ഭ്രാന്താവാറുണ്ടായിരുന്നു. അത് ഭ്രാന്താകുന്നതാണ്. നീല ഉമ്മത്തിൻ്റെ കായയുടെ ഉള്ളിലെ ആ ചോറെടുത്ത് അല്പം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഒരാഹാരം കൊടുത്താൽ വയറുവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുകയും അവസാനം ഭ്രാന്താകുകയും ചെയ്യും. അത് സത്യമാണ്. എനിക്കങ്ങനെ നീല ഉമ്മത്തിൻ്റെ ഇല പാലിൽ കഴിച്ച് ആരോ പൈൽസ് മാറുമെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഒരു ആദിവാസി ചികിത്സകൻ. അപ്പോൾ അത് അന്ന് രാത്രി മുതൽ അയാൾക്ക് പാലിൽ കഴിച്ച് അന്ന് രാത്രി മുതൽ മാനസിക നില തെറ്റി. അദ്ദേഹം കരാപ്പുഴ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു കരാപ്പുഴ അണക്കെട്ടിൽ ചാടാൻ പോയി. പക്ഷെ വേറെ ആരും രക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു.
പറഞ്ഞു. ഈ ഇലയും കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് നീലകുമ്പത്തിൻ്റെ ഇലയാണ് എന്ന്. ഉടനെ തന്നെ ഞാൻ തൈര് കൊണ്ട് ധാര കോരി രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 6 മണിക്ക് അവസാനിപ്പിച്ചു. ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ തൈര് കൊണ്ട് തന്നെ ധാര കോരിയാൽ തലയെ കൂളി ചെയ്തെടുത്താൽ ഇത് മാറിപ്പോകും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകൾ കൊടുത്ത് ഭ്രാന്താകുകയും ഒക്കെ ചെയ്ത കാലങ്ങളുണ്ട് പഴയ കാലത്ത്. ഇപ്പോൾ അതൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ നീലകുമ്മം എന്താണെന്ന് പോലും ചോദിച്ചാൽ അവർക്കറിയത്തില്ല. എന്നാൽ നമ്മളുടെ ഈ തോന്നലുകളാണ് കൈവിഷമാണ്, എന്തോ വിഷമാണ് എന്ന് തോന്നലാണ് ഏറ്റവും വലിയ വിഷവും, ഏറ്റവും വലിയ മാനസികാസ്വസ്ഥതയും, ഏറ്റവും വലിയ രോഗവും. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് മറന്നു കളയുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വയറിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ വയറുവേദന വരാം, ഛർദ്ദിക്കാം, വയറ്റിളക്കം ഉണ്ടാകാം, അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലങ്ങളുണ്ട്. എന്നാൽ മറ്റു ചില വിഷാംശങ്ങളും നമ്മുടെ വയറിൽ ചെല്ലാം. എങ്ങനത്തെ വിഷാംശം? പഴകിയ സാധനങ്ങൾ നമ്മൾ കഴിക്കുക, ഫംഗസ് ബാധിതയായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ഹോട്ടലിൽ വേവിച്ച് എത്രയോ നാൾ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വേവിച്ച് തിന്നുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിലെ അസ്വസ്ഥതകൾ, നമ്മളുടെ വയറിൽ അജീർണമായി കിടക്കുന്ന മാംസങ്ങൾ മീൻസ് നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ പഴകിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം ഇറച്ചിയും ഒക്കെ കഴിച്ച് വയറിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാകാം. എത്രയോ കാലമായിട്ട് ദഹിക്കാതെ കിടക്കുന്ന ഇറച്ചി ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയെന്ന് ഒരു ഡോക്ടർ പറയുകയുണ്ടായി. ശരിയാണ്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വയറിൽ കുടികൊണ്ടേക്കാം. അപ്പോൾ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യുക, വയറ് എപ്പോഴും ശുദ്ധീകരിക്കുക എന്ന ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. ഇനി വയറിൽ ഏതെങ്കിലും വിഷാംശങ്ങൾ, എന്തെങ്കിലും നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചായയോ കാപ്പിയോ ഭക്ഷണ സാധനങ്ങളോ കറിയോ എന്തിലെങ്കിലും ഒരു വിഷാംശത്തിൻ്റെ ചെറിയ അളവുകൾ ഉണ്ട് എന്ന് തോന്നിയാൽ ഉടനെ തന്നെ കൂവളത്തിൻ്റെ ഇല ഇട്ട് മോര് കാച്ചി കഴിച്ചാൽ മതി. കൂവളത്തിൻ്റെ ഇലയെടുത്ത് 1-2 എണ്ണ എടുത്ത് നമ്മൾ മോരുകറി ഉണ്ടാക്കുമല്ലോ, മോര് കാച്ചുക. അങ്ങനെ കാച്ചിയിട്ട് ആ മോരുകറി കൂട്ടുക. അത് ഒരു ദിവസം 1-2 നേരം വീതമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ചോ നമ്മൾ അങ്ങനെ ചെയ്താൽ ആ വയറിനെ ശുദ്ധീകരിക്കാനും വയറിലെ വിഷമയമായ അവസ്ഥകളെ തള്ളിക്കളയാനും എല്ലാം ചെയ്യും. വയറ് ശുദ്ധീകരിക്കും. വയറ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് ഈ തരത്തിലല്ല. വയറ് നമ്മൾ എപ്പോഴും വയറിൽ ശോധന വരുത്തണം. മിനിമം 15 ദിവസത്തിൽ ഒന്നെങ്കിലും വയറ് നമ്മൾ ശുദ്ധീകരിക്കണം. അതിന് ഒരു നല്ല ഹോം റെമഡിയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. സുന്നമാക്കി ഇല, അത് 1 കിലോ എടുക്കുക. 500 ഗ്രാം ഇരട്ടി മധുരം വൃത്തിയാക്കി എടുക്കുക. 300 ഗ്രാം പെരും ജീരകം വൃത്തിയാക്കി എടുക്കുക, വലിയ ജീരകം. ഈ സുന്നമാക്കി ഇല നന്നായി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്സിയിൽ പൊടിക്കുക. 500 ഗ്രാം ഈ ഇരട്ടി മധുരം അത് നന്നായി വൃത്തിയാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സിയിൽ പൊടിക്കാം. 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം മാറി ഇട്ട് പൊടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പൊടിച്ചെടുത്ത് അതും വേറെ പാത്രത്തിൽ വയ്ക്കുക. പെരുംജീരകവും പൊടിച്ചെടുക്കുക. ഇപ്പോൾ 3ഉം പൊടി വേറെ പാത്രത്തിലായി. അത് 3ഉം കൂടെ മിക്സിയിലിട്ടിട്ട് ഒരുമിച്ച് ചേർത്ത് നന്നായി പൊടിച്ച് നല്ലൊരു ഭരണിയിൽ, ജലാംശമില്ലാത്ത ഭരണിയിലിട്ട് വയ്ക്കുക. അത് ഓരോ ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒരു സ്പൂൺ കഴിച്ച് ഒരു ഗ്ലാസ്, തീരെ കുറവുള്ളവർ ദിവസവും കുറച്ച് നാൾ കഴിക്കുക, വളരെ കുറവാണെന്ന് തോന്നുന്നവർ, അല്ല കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ കഴിക്കുക. നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ 1 മാസം ഒന്ന് ഇളക്കി കളയുക, മാസം കൂടുമ്പോൾ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വയറൊന്ന് ശുദ്ധീകരിക്കപ്പെടും. അതിൻ്റെ ദൗത്യങ്ങൾ ഇതൊക്കെയാണ്. സുന്നമാക്കി ഇല മലത്തെ കളയും, ഇരട്ടി മധുരം കഫത്തെ കളയും, പെരുംജീരകം ദഹനത്തെ നടത്തും. എൻ്റെ ഒരു കോമ്പിനേഷനാണ്. സഹസ്രയോഗത്തിലോ അഷ്ടാംഗ ഹൃദയത്തിലോ ചരകൻ്റെ ഇതിലോ ഒന്നും, അങ്ങനെ പഴയ ഗ്രന്ഥങ്ങളിലൊന്നും ഇതില്ല. പക്ഷേ ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന എൻ്റെ ഒരു അന്വേഷണവും അറിവും പഠനവും പരിചയവും അനുഭവവുമാണ് അത്. ഈ അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകുക. ഇന്ന് ധാരാളം പേർ ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പലരും ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കി കഴിച്ച് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അല്പം മധുരം ഉണ്ടാകുമെന്നേ ഉള്ളൂ. ചൂടോടെ കഴിക്കണം, പക്ഷേ വയറിനെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ 3 ദൗത്യങ്ങളിലൂടെ ശുദ്ധീകരിച്ചാലാണ് ഗുണം. പിന്നെ ഓർക്കണം, വാത, പിത്ത, കഫ പ്രകൃതക്കാര മനുഷ്യൻ. ഈ പൊടി വാതക്കാർക്കും കഫക്കാർക്കും പിത്തക്കാർക്കും വളരെ പ്രയോജനകരമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വയറൊന്ന് ശുദ്ധീകരിക്കുക വല്ലപ്പോഴും ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. വിശുദ്ധ ഖുറാനിലും ബൈബിളിലും ഭഗവത്ഗീതയിലുമൊക്കെ നമ്മുടെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ വയറിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ വയറ് ശുദ്ധീകരിക്കുക എന്ന വലിയ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. കാല് നിലത്ത് മണ്ണിൽ തറച്ച് കൊള്ളുമ്പോഴാണ് നമ്മുടെ പല രോഗങ്ങളും ഇല്ലാതാവുക. ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് കാല് മണ്ണിൽ തട്ടുമ്പോഴാണ് എന്ന് ധാരാളം ആളുകൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് നിങ്ങളത് മനസ്സിൽ ഓർമ്മ വയ്ക്കണം. പഴയ കാലങ്ങളിൽ 60 വർഷങ്ങൾക്ക് പുറകോട്ട് പോകുമ്പോൾ മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചവരുണ്ടായിരുന്നു. അവർക്ക് ഒരു അസുഖവും വരാറില്ലായിരുന്നു. വളരെ വല്ലപ്പോഴും വല്ല കാലത്തൊക്കെ ഒരു പനി വന്നെങ്കിലായി. അതും അവർ പനിക്കൂർക്കയും തുളസിയും ഒക്കെ ആയിട്ട് മാറ്റുമായിരുന്നു. ഇന്ന് നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ബ്രോയിലർ കോഴി വളരും പോലെ തീറ്റ തിന്ന് വളരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമില്ല. അവർ 50 വയസ്സിനപ്പുറം പോകുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര അധികം അവർ എന്താ പറയുക, പിത്തത്തടിയും പിത്ത ശരീരവുമായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഈ നല്ല അറിവുകൾ മാതാപിതാക്കൾ പങ്കുവെച്ചു കൊടുക്കണം. ആ കുഞ്ഞുങ്ങളിലേക്ക്, യൂത്തിലേക്ക്, യുവജനങ്ങളിലേക്ക് ഈ അറിവ് നിങ്ങൾ കൈമാറണം. അങ്ങനെ മാറുമ്പോൾ ഒത്തിരി ആളുകൾ സുഖകരമായി മാറട്ടെ. ഈ കൈവശം എന്ന ഒരു അബദ്ധ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറട്ടെ. കൈവശമാണ് എന്ന തോന്നലുകളാണ് ഏറ്റവും വലിയ കൈവശം. അത് മനസ്സിൽ വയ്ക്കുക. ബാക്കി മറ്റ് വിഷാംശങ്ങളെ ഒതുക്കാനുള്ള ഒരു നല്ല ഹോം റെമഡികളാണ് ഞാൻ തന്നത്. ധാരാളം ആളുകളിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുകയും ഈ ഒരു നല്ല അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.